ഹലോ ഓൾ, ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഡോപ്പ ടീമിൽ നിന്ന് എത്തിയിരിക്കുന്നത് റിതുവാൻ്റെ വീട്ടിലാണ്. നമ്മുടെ ബോയ്സ് റെസിഡൻഷ്യലിലെ വൺ ഓഫ് ദ ടോപ്പറാണ് റിതുവാൻ അല്ലേ? റിതുവാൻ എത്ര സ്കോർ നോക്കിയപ്പോൾ എത്ര ഉണ്ട് മാർക്ക്? ഏകദേശം 645 വരുന്നുണ്ട്. നമ്മുടെ സ്കോറിൻ്റെ അനുസരിച്ച് ഇപ്പോൾ നോക്കുമ്പോൾ 645 റിതുവാന് കിട്ടിയ മാർക്ക്. അപ്പോൾ കൺഗ്രാജുലേഷൻ. എന്താണ് ഈ സമയത്ത് തോന്നുന്ന ഫീലിംഗ്? എന്താ സന്തോഷമുണ്ട്. ഇത്രയും കിട്ടും പ്രതീക്ഷയില്ലായിരുന്നു, കിട്ടിയതിലാണ് സന്തോഷം. എന്താണ് ഉമ്മ പറയാനുള്ളത്? എന്താ തന്നെ സന്തോഷമുണ്ട്. നമ്മൾ ആദ്യം തന്നെ ശരിക്കും പറയാം എക്സാം എഴുതി ഈവൺ കിട്ടൂല എന്നുള്ള പല ചിന്തകളും നമുക്ക് പോവാറുണ്ട്. അതിൽ അവസാനം ഏറ്റവും നമുക്കൊരു കൺഫേം ആയി കിട്ടുന്ന കാര്യമാണ് ഈ OMR മാർക്ക് ചെയ്ത OMR നമ്മുടെ കയ്യിൽ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാർക്ക് ചെയ്ത് അതേപോലെ കിട്ടി, മാർക്ക് അവിടെ ഉണ്ട്, കൺഫേം ആയി നമുക്കൊരു MBBS സീറ്റ് മോസ്റ്റ് പ്രോബ്ലി കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലെ MBBS സീറ്റ് തന്നെ കിട്ടും എന്നുള്ളൊരു പൊസിഷനിൽ നിൽക്കുകയാണ് അല്ലേ? അപ്പോൾ ഈ സമയത്ത് എന്താണ് നമുക്ക് മൈൻഡിൽ തോന്നുന്നത്? എനിക്ക് തന്നെ പിന്നെ അധികം പിന്നെ എക്സാം എഴുതി വന്നപ്പോൾ നല്ല പ്രതീക്ഷ ഉണ്ടായിന്. പിന്നെ ഇങ്ങനെ ലാസ്റ്റ് ആയപ്പോൾ പേടി തുടങ്ങിക്കഴിഞ്ഞു. അവൻ്റെ OMR സീറ്റ് അവർക്ക് എത്തിയിട്ടില്ല. ഞാൻ എഴുതിയപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായി. ഇൻവിജിലേറ്റർ ആദ്യം പറഞ്ഞ് ഫാദറിൻ്റെയും മദറിൻ്റെയും നെയിം ക്യാപിറ്റൽ ലെറ്റർ എഴുതിയാൽ മതി പറഞ്ഞ് OMR. അപ്പോൾ ഞാൻ അത് എഴുതി തുടങ്ങിയതിന് ശേഷം പിന്നെ മാറ്റി പറഞ്ഞ് ഇത് സ്മോൾ ലെറ്റർ എഴുതിയാണ്. അപ്പോൾ അങ്ങനെ ഒരു പേടി കഴിഞ്ഞിട്ട് അതുമെല്ലാം ഞാനും അതൊരു തടസ്സമായി മാറോ പിന്നെ ഹെൽപ്പ് ചെയ്യുമോ എന്നുള്ളത് അല്ലേ? അപ്പോൾ ഇന്ന് കഴിഞ്ഞപ്പോൾ വളരെ സന്തോഷമായി എന്നുള്ളത്. ഓക്കെ, എല്ലാവരുടെ അവസ്ഥ തന്നെ. ഞങ്ങളൊക്കെ എഴുതുന്ന കാലത്ത് ഞങ്ങൾ പേടിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് റോൾ നമ്പർ എങ്ങാനും മാറിയിട്ടുണ്ടാവും. പക്ഷെ അതൊന്നും ബാധിക്കുന്ന കാര്യമല്ല. അതൊക്കെ അവർക്ക് എന്താ പറയുക, സ്ക്രൂട്ടിനി സിസ്റ്റം അവരുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ്. എനിവേ നല്ലൊരു സന്തോഷ മൂമെൻ്റ് ആണ്. ഉപ്പ ഇവിടെ ഇല്ല, ഉപ്പ ഗൾഫിലാണ് അല്ലേ? ഉപ്പ വിളിച്ചിട്ട് എന്ത് പറഞ്ഞു? ഒന്നും വിളിക്കലുണ്ട്. അപ്പോൾ ഓനോടിങ്ങനെ പറയും, ഓനിങ്ങനെ കോഴിക്കോട് തന്നെ കിട്ടണം എന്നുള്ളൊരു ഇതാണ്. ഡെഫിനറ്റ്ലി കോഴിക്കോട് കിട്ടും. കോഴിക്കോട് കിട്ടാനുള്ള മാർക്ക് ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 68 വരെ അല്ല, ഈ വർഷം കുറച്ചുകൂടി മാർക്ക് ടൈറ്റ് ഉണ്ട്. നമുക്ക് നോക്കാം. ബാക്കി ഇനി ഒറിജിനൽ മാർക്ക് റാങ്ക് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. കാര്യമായിട്ട് നിങ്ങളൊക്കെ നല്ല ഇഷ്ടമായിക്കണേ. ഞാൻ ഇത് പൊക്കി പറയല്ല. ഓന് കാര്യമായിട്ട് വന്ന് വീട്ടിലേക്ക് തിരിഞ്ഞ തന്നെ അങ്ങനെയാണ്. ഓന് ശരിക്കും അവന് എഞ്ചിനീയറിങ്ങിനായിരുന്നു താല്പര്യം. ഓക്കെ, അപ്പൊ ഞാൻ അതന്നെ ചോദിക്കാൻ വിചാരിച്ചത്, എന്ന് മുതലാണ് ഇങ്ങനെ ഡോക്ടർ ആവണം താല്പര്യം? കൊറോണ ടൈമിലാണല്ലോ ഈ ഇതുണ്ടായത്. പ്ലസ് ടു എഴുതുന്നത്. അപ്പോൾ ഇവിടെ ഇരുന്ന് വീട്ടിൽ നാളെ പഠിക്കണത്. അപ്പോൾ അവലെ റാസിന്ന് ഇങ്ങനെ കോച്ചിങ് തുടങ്ങിയിട്ട് പറഞ്ഞാണ്ട് അപ്പൊ വീട്ടിൽ നിന്നല്ലേ, അപ്പൊ വീട്ടിൽ നിന്ന് പഠിക്കാൻ പുറത്ത് പോയി പഠിക്കൊന്നും വേണ്ടില്ല. അങ്ങനെ പഠിച്ചു തുടങ്ങിയാണ്. അപ്പൊ അവിടുത്തെ ഡോക്ടർമാരൊക്കെ ഉണ്ടായിരുന്നല്ലോ, ആഷിക് ഡോക്ടർ പോലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഓരോ ക്ലാസ്സൊക്കെ അവന് ഇഷ്ടമായി കണ്ട് അങ്ങനെ പിന്നെ അവന് ക്രാഷ് കഴിഞ്ഞാണ്ട് എക്സാം എഴുതിയപ്പോൾ അത്യാവശ്യം മാർക്ക് കിട്ടുകയും ചെയ്തു. അപ്പോൾ അവന് വേഗം ഇൻസ്പയർഡ് ആയി. ഓക്കെ, 10ാം ക്ലാസ്സിൽ അങ്ങനെ പ്ലാൻ ഉണ്ടായിരുന്നോ? ആദ്യമൊന്നുമില്ല. പ്ലസ് വൺ പഠിക്കുമ്പോഴോ? പ്ലസ് വൺ പഠിക്കുമ്പോൾ ഞാൻ എഞ്ചിനീയറിംഗ് ഒഴിവാക്കി. പ്ലസ് ടു കഴിയാനായപ്പോഴാണ് നീറ്റിനെ കൊണ്ട് കഴിയും, നീറ്റ് ക്രാക്ക് ചെയ്യാൻ കഴിയുമെന്നൊക്കെ അതിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്ത കാര്യങ്ങൾ ഒരു ഉണ്ടാവാറുണ്ട്. എങ്ങനെ അത് ആ ചിന്ത തോന്നാനുള്ള കാരണം എന്തെങ്കിലും ഉണ്ടോ പ്രത്യേകമായിട്ട്? എനിക്ക് ഡോക്ടറെന്ന് പറഞ്ഞാല് വെറ്റിനറി എനിക്ക് ആദ്യം ചെറുപ്പത്തിൽ താല്പര്യം ഉണ്ടായിരുന്നു. പുലി സിംഹത്തിനൊക്കെ ഇഷ്ടമായതുകൊണ്ടാണ്. വെറ്റിനറി എനിക്ക് ചെറുപ്പത്തിൽ താല്പര്യം. എന്റെ ബാച്ച്മേറ്റ് ഉണ്ട്, അവന് കഴിഞ്ഞ മാസം വിളിച്ച സമയത്ത് ഒരു പുലിന്റെ പ്രസവം എടുക്കാൻ പോവാന്നൊക്കെ പറഞ്ഞത് ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. അതേപോലെയൊക്കെയാണോ? ഞാൻ പിന്നെ നീറ്റ് എഴുതിയപ്പോൾ വെറ്റിനറിക്ക് കിട്ടാനുള്ള മാർക്കൊക്കെ ഉണ്ട് ആദ്യത്തെ ഫസ്റ്റ് ചാൻസിൽ. അപ്പോൾ എല്ലാവരും പറഞ്ഞ് ഒരു വട്ടം കൂടി ട്രൈ ചെയ്ത് MBBS കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയൊക്കെ ഒരു ട്രൈ ചെയ്യാം. അല്ല, MBBS എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ അങ്ങനെ ട്രൈ ചെയ്യണം അല്ലെങ്കിൽ അവിടേക്ക് എത്തിച്ചെത്താൻ പറ്റും അങ്ങനെയുള്ള അറിയില്ലായിരുന്നു അല്ലേ? അങ്ങനെ ആരെങ്കിലും ഗൈഡ് ചെയ്തിരുന്നു? അതായത് റിതുവാൻ നീ ഇങ്ങനെ ചെയ്യുന്നതാവും നല്ലത്, അല്ലെങ്കിൽ മുന്നിൽ ഇൻസ്പയർ ചെയ്യാൻ പറ്റിയ കസിൻസ് റിലേറ്റീവ്സ് ആരെയും പഠിച്ചത് അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെ വലിയ കാക്കു പറയാനുണ്ടായിരുന്നു. BDS MDS കഴിഞ്ഞ് ഖത്തറിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓനിങ്ങനെ പറയലുണ്ടായിരുന്നു എഴുതിക്കോന്ന്. പിന്നെ ആ ഒരു അങ്ങനെ പോകണമെന്ന് ആദ്യം ആഗ്രഹം ഇല്ലായിരുന്നു. ഒരു തവണ എഴുതി നോക്കിയ സമയത്ത് ക്രാഷ് കോച്ചിങ് എടുത്ത സമയത്ത് ടോപ്പയുടെ അടുത്ത് അല്ലെങ്കിൽ ആഷിക്കിന്റെ ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നില്ലേ? അത് കൊടുത്ത് ഇൻസ്പയറിംഗ് ആയി തോന്നിയപ്പോൾ അതെടുക്കാൻ ചെയ്യാൻ പറ്റും തോന്നി അല്ലേ? അത് പാരന്റ്സിനോട് ആരോടാ അങ്ങനെ പറഞ്ഞിരുന്നത്? ഞങ്ങൾ പറഞ്ഞിരുന്നു. അവിടെയാണെങ്കിൽ ഞാൻ പിന്നെ ഒന്നുകൂടി റിപ്പീറ്റിന് പോയിക്കോളാം, വേറെ എവിടെ ഞാൻ പോകില്ല. അല്ലെങ്കിൽ അവന് ഇതിന് വെറ്റിനറിക്ക് പോകുന്നായിരുന്നു. ഓക്കെ, അപ്പൊ അന്ന് ഡോപ്പ പരിചയം ഉണ്ടായിരുന്നു. എങ്ങനെയാ ഡോപ്പ പരിചയമായത്? അപ്പൊ അന്ന് അങ്ങനെ പറഞ്ഞു ഒരു തുടങ്ങുന്നുണ്ട് അവിടെ. ആദ്യമായിട്ട് സമയത്ത് കേട്ടതാണ്
യൂട്യൂബിലൊക്കെ ക്ലാസ് കേട്ടിട്ടുണ്ടായിരുന്നു, നല്ല ഓറിയന്റേഷൻസ് സപ്പോർട്ടൊക്കെ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതായിരുന്നു അല്ലേ? അപ്പോൾ എന്താണ് വിചാരിച്ചിരുന്നത്, എങ്ങനെയായിരുന്നു സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്? പ്രതീക്ഷ പോലെ തന്നെയായിരുന്നു. റെസിഡൻഷ്യൽ ക്യാമ്പസിനെ പറ്റി ക്രാഷ് കോഴ്സിന്റെ ടൈമിൽ യൂട്യൂബിൽ ഓരോ ഡോപ്പ് എന്നുള്ള വീഡിയോ വരുമ്പോൾ ഞാൻ പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ അതേപോലെയുള്ള എല്ലാ കാര്യങ്ങളും എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്ത് എന്തൊക്കെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എന്തൊക്കെയാണ് ഉമ്മനോടൊക്കെ പറഞ്ഞിരുന്നത്? അപ്പോൾ നമ്മുടെ റെസിഡൻഷ്യലിൽ പോയി നിൽക്കുക, റിപ്പീറ്റിംഗ് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി കുറേ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ? ഹോസ്റ്റലിൽ പോയിക്കണ ഭയങ്കര ഇഷ്ടമില്ലാത്ത ആളാണ്. നമ്മൾ വീട്ടിൽ നിന്നുള്ള എല്ലാ സൗകര്യങ്ങളും മാറ്റി വെച്ച് നമ്മുടെ എല്ലാവരും കൂടിയിരുന്ന് പഠിക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ അവിടെ നിന്ന് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽ ഫോക്കസ്ഡ് ആയ ആളുകൾക്കെല്ലാം പഠിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കുറേ ഡിസ്ട്രാക്ഷൻസ് വരും. എന്തൊക്കെയാണ് അനുഭവം ഉണ്ടായിരുന്നത് ഡോപ്പ റെസിഡൻഷ്യലിൽ നിന്ന്? ഡോപ്പയില് എന്താണ് നമുക്ക് ഒരു ഫ്രീ ആയിട്ടിരുന്ന് നല്ല ഫ്രീ മൈൻഡഡ് ആയിക്കാണ്ട് പഠിക്കാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ് ഡോപ്പയിൽ. അതായിരുന്നു എനിക്ക് ഏറ്റവും വേണ്ടിയിരുന്നത്. വേറെ എവിടേക്കും വേറെ ഏതെങ്കിലും കോച്ചിങ് സെന്ററിൽ പോകുന്നേറെ ഈ ഡോപ്പ ഇഷ്ടപ്പെടാൻ കാരണം അതായിരുന്നു. അത് സപ്പോർട്ടൊക്കെ നല്ല കിട്ടിയിരുന്നു. ഉമ്മനോട് എന്തൊക്കെ പറഞ്ഞിരുന്നേ? തിരിച്ചു വരുമ്പോ എന്താ പറഞ്ഞത്? സന്തോഷമായിരുന്നു. ഒരു ഇതില്ല, മടങ്ങി പോകാനൊന്നും ഒരു മടിയൊന്നുമില്ല. ശരിക്കും കുട്ടികൾക്ക് വീട്ടിലൊന്നും മടങ്ങാൻ മടിയൊന്നുമില്ല. അപ്പൊ ഞാൻ പറയുന്നത് ഫ്രണ്ട് റിയാസും ഉണ്ടായിരുന്നു അല്ലേ? റിയാസ് നല്ല കമ്പനിയും സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും ഒരുമിച്ച് പഠിച്ച ആളുകൾ. കുട്ടികളൊക്കെ ഇഷ്ടമാണ്, പിന്നെ അധ്യാപകരൊക്കെ ഇഷ്ടമായി. അപ്പൊ പിന്നെ അവിടെ നിൽക്കുന്ന വിരോധമല്ലേ, പെട്ടെന്ന് പോകും, മടിയൊന്നുമില്ല. സ്കൂൾ ലൈഫ് ഒക്കെ എങ്ങനെയായിരുന്നു? എൻ്റെ 10th ഒക്കെ എവിടെ പഠിച്ചത്? MES പഠിച്ചത് അല്ലേ? 9ഉം 10ഉം അതുവരെ ഗ്രേസ്. സ്കൂളിലെ പെർഫോമൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? അവിടെ കുഴപ്പമില്ല, എല്ലാവർക്കും എവിടെ പോയാലും ഇഷ്ടാവും എല്ലാവർക്കും. അങ്ങനെ കച്ചറല്ലാത്തതുകൊണ്ട്. അത് ഉമ്മാക്ക് തോന്നുന്നു മാത്രമാണോ, ശരിക്കും അങ്ങനെയാണോ? അല്ല, എല്ലാരും കുറച്ച് കച്ചറകൾ മാത്രമേ ഉള്ളൂ. ചെറുതായിട്ടൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. പിന്നെ ചെന്നപ്പോ കുറച്ചൊക്കെ ഉണ്ടായി തോന്നുന്നു. പൊതുവെ അച്ചടക്കമുള്ള ആളാണ് പൊതുവെ. പിന്നെ സ്കൂൾ ടൈം മുതൽ തന്നെ അവന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മുതൽ തന്നെ എന്താവണം ആഗ്രഹങ്ങളൊക്കെ കുഞ്ഞുനാളെ പറയല്ല. അന്നൊക്കെ എഞ്ചിനീയർ ആവണം എന്നുള്ള ആഗ്രഹമായിരുന്നു. പിന്നെ ഈ സ്കിൽസ് ഒക്കെ പറയുകയാണെങ്കിൽ ഇപ്പൊ ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്നോ അങ്ങനെ എന്തെങ്കിലും പ്രത്യേകമായിട്ട് ഉമ്മ നോട്ട് ചെയ്ത കാര്യങ്ങളുണ്ടോ? അതായത് കുളത്തിലൊക്കെ ഫുട്ബോള്, നീന്തൽ, ഇതൊക്കെ തന്നെ. ഫുട്ബോൾ അവിടെ കോഴിക്കോട് പോയാലും ഫുട്ബോളിനൊക്കെ അതൊക്കെയാണ് അവിടെ. അതിൽ കയറണം, അങ്ങനെയൊക്കെ ടീമില് കയറണം. ഡെഫിനറ്റ്ലി അവൻ പഠിച്ചെത്തിയ രൂപമൊക്കെ ആളുകൾക്ക് കേൾക്കണമെന്നുണ്ടാവും. കാരണം ഈ വർഷം എഴുതാൻ പോകുന്ന പിള്ളേരുണ്ടാവും. അവർ പല സ്കോറുള്ളവരും കുറേ കാലം പഠിച്ച ആളുകൾ 2023 എക്സാം എഴുതാനുള്ളത്. റിദ്വാൻ്റെ മാർക്ക് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാവരും ഹൈലൈറ്റ് ചെയ്ത് കാണുന്ന 650 മാർക്ക് എന്നൊക്കെ പറയുമ്പോൾ ഈവൻ പഠിച്ച ആളുകൾക്ക് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള ഒരു മാർക്കാണ്. അപ്പോൾ അവർക്കൊക്കെ നന്നായി അറിയാൻ ആഗ്രഹം ഉണ്ടാവും എന്തൊക്കെ സ്റ്റഡി സ്ട്രാറ്റജീസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, എന്താണ് പഠിക്കാൻ. ഉമ്മക്ക് തോന്നിയ കാര്യം എന്താ? അവനോട് നമുക്ക് അടുത്തായി ചോദിക്കാം. ഉമ്മക്ക് തോന്നിയ കാര്യം എന്താ? എന്തൊക്കെ പഠനം പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങളാണ് അവന് ശ്രദ്ധിച്ചത് കൊണ്ടാണ് അവന് മുന്നേറാൻ പറ്റിയെന്ന് തോന്നിയ കാര്യങ്ങൾ? അന്ന് ക്ലാസ് എടുക്കണൊക്കെ ശ്രദ്ധിക്കും. പിന്നെ അന്ന് എന്താന്ന് എടുക്കണ വെച്ചാൽ ശരിക്കും പ്രിപ്പയർ ചെയ്യും. അങ്ങനെയൊക്കെ അല്ല, ആത്മാർത്ഥമായിട്ട് ആ കാര്യത്തിലേക്ക് വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് നേടണം എന്നില്ല ആഗ്രഹമുണ്ട്. ഇടക്കിടക്കിന് ബ്രേക്ക് ഒക്കെ വരുത്തുമല്ലേ? അയ്യോ ഇനി പറ്റൂല വേണ്ട പറഞ്ഞിട്ടില്ല. ഇടയ്ക്ക് ചില സമയത്തൊക്കെ വല്ലാണ്ട് ബുദ്ധിമുട്ടായി വിളിക്കാറുണ്ടോ? തളർന്നു പോയി തകർന്നു പോയി അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. എനിക്കാണ് പേടി. ഞാൻ അങ്ങോട്ട് ചോദിക്കും സാധാരണ ഇടയ്ക്ക് ഈ പഠിച്ച് ക്ഷീണിക്കുമ്പോൾ ഒരു സപ്പോർട്ട് കിട്ടാനൊക്കെ പറയാം. അയ്യോ ഉമ്മ എനിക്ക് മതിയായി അങ്ങനെയൊക്കെ പറയേണ്ടി വന്നിട്ടുണ്ടോ? ഒന്നുമില്ല. എന്നോട് ഇങ്ങോട്ടാ പറയും, കിട്ടും നിങ്ങളെന്തിനാ പേടിച്ചത്. ഓക്കെ, അടിപൊളിയായി. നിനക്ക് എന്താ തോന്നിയത്? എന്തൊക്കെയാണ് ഉമ്മ പറഞ്ഞപ്പോൾ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിയപ്പോൾ ഫുൾ പോസിറ്റീവിൽ അങ്ങനെ ഇറങ്ങി, ക്ലാസ് നന്നായി ശ്രദ്ധിച്ചു, അതിന് വേണ്ടിയുള്ള എല്ലാ വർക്ക് കൊടുത്തു, അവസാനം വരെ ആവശ്യമില്ലാത്ത നെഗറ്റിവിറ്റി ഒന്നും ഉണ്ടാക്കില്ല, പോസിറ്റീവ് തന്നെ കീപ്പ് ചെയ്തു എന്നൊക്കെ ഉമ്മ പറഞ്ഞു. നിങ്ങൾക്ക് തോന്നി എന്തൊക്കെയാണ്? എന്തൊക്കെ നന്നായി ചെയ്തത് കൊണ്ടാണ് കിട്ടിയത്? എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടി വരിക? പ്രാക്ടീസ് ചെയ്തുകൊണ്ട് തന്നെയാണ്. ക്രാഷ് കോഴ്സ് ചെയ്തതിലേറെ കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് പ്രത്യേകം എനിക്ക് തോന്നുന്നു പോയിന്റ് ഔട്ട് ചെയ്ത് പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ നീ പറയേണ്ടത് ഇപ്പോൾ അവിടെ ഇരിക്കുന്നത് ഒരു 2023 നീറ്റ് എഴുതാൻ നിൽക്കുന്ന ഒരു കുട്ടി അവിടെ ഇരിക്കുന്നുണ്ട്. അവർ കേൾക്കാൻ വേണ്ടി അവർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? ഇപ്പോഴത്തെ പിള്ളേർ പഠിക്കാൻ പറയുമ്പോൾ ചെയ്യുന്ന ആദ്യത്തെ കാര്യം ഈ ഇത് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ടെക്സ്റ്റ് അല്ലെങ്കിൽ ആ കാര്യങ്ങൾ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനോട് എന്താ പറയാനുള്ളത്? ഒരു കാര്യമില്ല, എന്തായാലും ക്വസ്റ്റ്യൻസ് നമ്മള് ക്വസ്റ്റ്യൻസ് അല്ല എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് വരിക നമ്മൾ മനസ്സിലാക്കിയാലേ
കാര്യമുള്ളൂ. ഓക്കെ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണ്, നന്നായി ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. വേറെ എന്ത് കാര്യമാണ് നിന്നെ മുന്നോട്ടെത്താൻ സഹായിച്ചത്? സാധാരണ വ്യത്യസ്തമായിട്ട് ക്ലാസ് കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, ക്വസ്റ്റ്യൻസ് നന്നായി ചെയ്തു, നല്ലൊരു കാര്യം. എപ്പോഴും പോസിറ്റീവായിട്ട് ഇത് എപ്പോഴും ഡെസ്പായിട്ടിരിക്കാതെ. പിന്നെന്താ, നമ്മൾ തന്നെ പോസിറ്റിവിറ്റി കൊണ്ടുവരിക, ആവശ്യമില്ലാതെ ഡെസ്പ് ആവാണ്ട് നമ്മൾ തന്നെ പോസിറ്റിവിറ്റി കൊണ്ടുവരിക. ഡെസ്പ് ആവാൻ ഒരുപാട് കാരണങ്ങളുണ്ടല്ലേ, സ്റ്റിൽ നമ്മൾ പോസിറ്റീവ് ആവണം. അതിന് പിന്നെന്താണ്, പിന്നെ എക്സാംസ് ചെയ്യണം. ഡോപ്പിംഗ് പോലെ എക്സാംസ് ഒക്കെ ഉള്ളതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് എക്സാംസ് ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്യാം. പിന്നെന്താ, പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ ആയി ചോദിക്കാം. അതായത് ഇപ്പം ചെയ്ത കാര്യങ്ങൾ നന്നായി നമ്മൾ പറഞ്ഞു, ചില കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യായിരുന്നു തുടങ്ങിയ ചില ഈ കാര്യങ്ങൾ ഞാൻ ചെയ്തിരുന്നു പക്ഷെ അത് വലിയ കാര്യമില്ല, നിങ്ങളത് ചെയ്യണ്ട, അങ്ങനെ തോന്നിയ എന്തെങ്കിലും കാര്യമുണ്ടോ? അങ്ങനെ ചോദിച്ചാല് എന്താ പറയാൻ പ്രശ്നമുള്ള കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ പറയാം. ഫുട്ബോൾ അങ്ങനെ അത് നിങ്ങൾ വേറൊരു ഇന്റർവ്യൂല് ഫുട്ബോളിന്റെ ഒരു വല്ലാത്ത ഫാനാണ്. ഹോസ്റ്റലിന് അറിയാണ്ട് ആരോടോ ടാബില് ഫുട്ബോൾ കണ്ട ഒരു കാര്യം എന്താ കൺഫ്യൂസ് ചെയ്തിട്ടുണ്ട്, കുറ്റസമ്മതം നടത്തിയൊക്കെ കാര്യമാണ്. അതൊന്നും വേണ്ടില്ല ഇനി തോന്നിയിട്ടുണ്ട്. അതല്ല, നമ്മൾ പഠിക്കുന്നതിൽ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫിസിക്സിൽ ചിലപ്പോൾ കൂടുതൽ നേരം ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വായിച്ച ആളുകളുണ്ട്. അപ്പോൾ അത് വായിക്കേണ്ട ആവശ്യമില്ലായിരുന്നു, ഞാൻ ക്വസ്റ്റ്യൻ തന്നെ ആ സമയത്ത് പ്രാക്ടീസ് ചെയ്താൽ മതിയായിരുന്നു എന്ന് തോന്നിയ ചില കാര്യങ്ങളാണ്. അതേപോലെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടായിരുന്നു? ഒരു കുട്ടി എന്നോട് പറഞ്ഞൊരു കാര്യം, അത് നിങ്ങൾക്ക് ആ സമയം കൊണ്ട് വേണമെങ്കിൽ ആലോചിക്കാം. ഒരു കുട്ടി പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ നോട്ടിൽ നിന്ന് തന്നെ ഓരോ പോയിന്റ് എടുത്ത് വേറെ നോട്ട് എഴുതിയൊക്കെ ഉണ്ടായിരുന്നു, അവസാനം ഈ നോട്ട് ആ നോട്ട് കൂടി വായിക്കാനൊക്കെ കുറേ ബുദ്ധിമുട്ട് വന്ന് അത് ചെയ്യേണ്ടായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം ഈ നോട്ട് തന്നെ വൃത്തിക്ക് ഒറ്റ ടൈമിൽ ക്വിക്കായിട്ട് വായിക്കാൻ പറ്റും, പിന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരേ വിഷയത്തിന് കുറേ നോട്ടുള്ളതുകൊണ്ട് നമ്മൾ ഇപ്പോൾ പെട്ടെന്ന് ഒരു കാര്യം ഒരു വിഷയത്തിൽ ഒരു പാഠത്തിൽ എന്താ നോക്കണം തോന്നിയാൽ ഒരേ പാഠം തന്നെ എനിക്ക് കുറേ നോട്ട്സ് ഉണ്ടായി. അപ്പോൾ ഇതിൽ ഏത് നോട്ടിലാണ് ഒരു സിംഗിൾ ലൈൻ, ഒരു സിംഗിൾ സീക്വൻസ് നമുക്ക് ഉണ്ടെങ്കിൽ ഇവിടെ തുടങ്ങി അവിടെ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ആ ചാപ്റ്റർ എപ്പോൾ വേണമെങ്കിലും എല്ലാ ഒരു ചാപ്റ്റർ തന്നെ ഒരു ചാപ്റ്റർ നമ്മൾ നോട്ടിൽ ചെയ്താണെങ്കിൽ ആ നോട്ടിൽ തന്നെ ആ ചാപ്റ്റർ മുഴുവൻ ചെയ്ത് അതിൻ്റെ ഏത് നോട്ട് എവിടുന്ന് ഏത് നോട്ട് കിട്ടുകയാണെങ്കിൽ അതേ നോട്ടിൽ ചെയ്താൽ നോക്കുക, അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആവും. ശരിക്കും അവസാനത്തേക്ക് നമുക്ക് കൂടുതലായിട്ട് വേണ്ടി വരിക ഭയങ്കര സീക്വൻഷ്യലായിട്ട് വായിക്കുക, പെട്ടെന്ന് ക്വിക്കായിട്ട് വായിക്കുക. അല്ലാണ്ട് ഒരു ചാപ്റ്ററിനോ തെർമോഡൈനാമിക്സിനൊക്കെ വേണ്ടി ഹവേഴ്സ് സ്പെൻഡ് ചെയ്യാൻ നമുക്ക് ഉണ്ടാവില്ല അല്ലേ. കുറച്ച് സമയം കൊണ്ട് പെട്ടെന്ന് ക്വിക്കായിട്ട് റിവൈസ് ചെയ്യാൻ പറ്റും. അവസാനമൊക്കെ എത്ര ചാപ്റ്റർ റിവൈസ് ചെയ്യുന്ന ഒരു ദിവസമൊക്കെ, അവസാന വീക്കൊക്കെ കഴിയണത്ര ചാപ്റ്റേഴ്സ് ഫിനിഷ് ചെയ്യും. ഒരു 15-20 ചാപ്റ്റർ ഒക്കെ റിവൈസ് ചെയ്യാന്നുള്ളത് തുടങ്ങുന്ന സമയത്ത് ആലോചിക്കാൻ പറ്റുന്നതായിരുന്നോ? ഇല്ല, അവസാനത്തേക്ക് എത്തുമ്പോഴാണ് പറഞ്ഞാല് നമ്മള് ഫുള്ളിരുന്ന് വായിക്കാനൊന്നും ഒരിക്കലും കഴിയില്ല, അതെന്തായാലും കഴിയില്ല. പക്ഷെ നമുക്ക് ഒരു വർഷം പഠിച്ചല്ലേ, അപ്പൊ നമുക്ക് എന്തായാലും കുറെ കാര്യങ്ങൾ അറിയണ്ടാവും. പിന്നെ അറിയാത്തതൊന്നും ഇങ്ങനെ ഒന്ന് പൊടി തട്ടിയെടുക്കാൻ ആ ടൈമിൽ കഴിയുള്ളൂ, അതേ ചെയ്യേണ്ടിയുള്ളൂ. ഓക്കെ, ഡെഫിനറ്റ്ലി ഭയങ്കര സന്തോഷമുള്ള നിമിഷമാണ്. ഇപ്പൊ വരുന്നുണ്ടോ, ഇപ്പൊ അടുത്തേക്ക് വരുന്നുണ്ടോ? മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ വരുമോ ആ സമയത്തേക്ക്? ഓക്കെ, എന്താ നമുക്ക് എന്ത് ഡോക്ടറായി കാണാനാണ് ആഗ്രഹം? ഈവൻ ഇപ്പൊ ഒന്നും പറയാനൊന്നും ആയിട്ടില്ല, ഇനി ഒരു 5 വർഷം MBBS പഠിക്കാണ്ട് അതിന്റെ MDMS എടുക്കാണ്ട്, എന്നാലും ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ മോൻ എന്ത് ഡോക്ടറായി കാണാൻ ആഗ്രഹം? അവനോട് ചോദിച്ചിട്ട് മോനെ എന്താ ഇപ്പൊ പറയാനായിട്ട് അവന്റെ ആഗ്രഹം എടുക്കണ്ട, ചിലപ്പോ അതെന്നാ പോവാ. പക്ഷെ എന്നാലും ഉമ്മന്റെ ഒരു ആഗ്രഹം ഉണ്ടാവില്ല എന്ത് ഡോക്ടറായി കാണാനാ? ഡോക്ടർ ആവണമെന്നുള്ളൂ. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് ചെറുപ്പത്തിൽ തന്നെ. അപ്പൊ നിങ്ങൾക്ക് എന്താ ഡോക്ടറാകാൻ അങ്ങനെ താല്പര്യമുള്ളൂ? പിന്നെ ഞാൻ നിർബന്ധിച്ചിട്ടൊന്നുമില്ല, അങ്ങനെ അവന് വന്നതാണ്. ആക്സിഡന്റലി അങ്ങനെ എഞ്ചിനീയറിംഗ് പോയോണ്ടിരിക്കുന്ന ആളുകൾ ഡോക്ടറിന്റെ ചില വീഡിയോസോ കാര്യങ്ങളൊക്കെ കണ്ട് ആക്സിഡന്റിൽ അതിലേക്ക് ചാടി ഡോക്ടറായി. അത് ഉമ്മക്ക് ഉണ്ടാവില്ലേ എന്ത് ഡോക്ടറാണ്? ഞാൻ വേണമെങ്കിൽ ക്ലൂ ആയിട്ട് പറഞ്ഞുതരാം. അപ്പൊ റിയാസിന്റെ ഉമ്മ ചോദിച്ചപ്പോൾ പറഞ്ഞത് അവന് പീഡിയാട്രിഷ്യനായി കാണാനാണ് താല്പര്യം, കുട്ടികളുടെ ഡോക്ടർ. അതേപോലെ പീഡിയാട്രിക് ഡോക്ടറായി കാണാനാണ് ഉമ്മക്ക് താല്പര്യം. അങ്ങനെ അവന് പറഞ്ഞു, അതിന് നല്ല ഇതാണല്ലോ ബുദ്ധിമുട്ടില്ല കുട്ടികളെ നോക്കാനെന്നുള്ളതാണല്ലേ. പക്ഷെ ആക്ച്വലി റിയാലിറ്റിക്ക് വരുമ്പോൾ ഡിഫറെൻ്റ് ആണ്, കുട്ടികളെ നോക്കാനാണ് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായിരിക്കുക എന്നുള്ളത്. ഓക്കെ, അതൊക്കെ നമ്മൾ MBBSന്റെ സമയത്ത് പഠിക്കുമ്പോൾ കൂടുതലായിട്ട് ധാരണ കിട്ടും. എനിവേ, നമ്മളെ കുറേ കാലത്തെ ഒരു ഡ്രീം എന്താ പറയുക ബിക്കമിങ് ട്രൂ എന്നുള്ള ഒരു പോയിന്റിലാണ് നമ്മൾ നിൽക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇപ്പോൾ എൻട്രൻസ് എഴുതാൻ പോകുന്ന പാരൻസും കുട്ടികളൊക്കെ കേട്ടിരിക്കും. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അവരോട് എന്താണ് പറഞ്ഞു കൊടുക്കാനുള്ളത്? നല്ല കൺസിസ്റ്റൻ്റ് ആയിക്കാണ്ട് വർക്ക് ചെയ്താൽ ആർക്കും കിട്ടാനുള്ളൂ ഈ നീറ്റ്. പിന്നെ എന്താണ് ഇതിനെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യലാണ്
ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യണം. ഈ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാൻ നമ്മൾ മൾട്ടിപ്പിൾ ടൈം എടുത്ത് പറയുന്നുണ്ട്, പക്ഷെ അപ്പോൾ എടുത്ത് പറയുന്നത്. അപ്പോൾ അതന്നെയാണ് അതിൻ്റെ പോയിന്റ്. ഇതല്ലാതെ എന്തെങ്കിലും പ്രത്യേകമായിട്ട് ചെയ്ത എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ, എനിക്ക് ഇത് ചെയ്തതുകൊണ്ട് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ക്യാപ്ഷനായിട്ട് കൊടുക്കാം, റിദ്വാൻ ചെയ്ത റിദ്വാൻ അത്ഭുതമായി ചെയ്താൽ ആ കാര്യം എന്തെന്നൊക്കെ വേണമെങ്കിൽ കൊടുക്കാം. എനിക്ക് തോന്നുന്നില്ല ഉണ്ടെന്നുണ്ട്. എന്താണ് അത്, എന്തെങ്കിലും ഉണ്ടോ? ഞാൻ അങ്ങനത്തെ സ്ട്രാറ്റജീസ് ഞാൻ ഒന്നുമില്ല, ക്വസ്റ്റ്യൻ ചെയ്ത് തന്നെ. അതന്നെ ഞാനത് പറയാൻ തന്നെ ഉദ്ദേശിച്ചത്. അങ്ങനത്തെ സംഭവം ഒന്നുമില്ല ആക്ച്വലി. ക്വസ്റ്റ്യൻ ചെയ്യാൻ അത്ഭുതകരമായിട്ട് ഒന്നുമില്ല. നന്നായി ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്നതിന് പകരം വെറുതെ ഇരിക്കും പിള്ളേർ തിയറി വായിച്ചുകൊണ്ട്. അപ്പോൾ അതൊരിക്കലും ചെയ്യരുത് എന്നുള്ള ഉപദേശമാണ് കൊടുക്കാനുള്ളത്. ഉമ്മക്ക് എന്താ പറയാനുള്ളത്? പാരൻസിനോട് പറയാ, കുട്ടികളോട് പറയാ, എന്താ പറയാനുള്ളത്? അങ്ങനെ കുട്ടികൾ നമ്മൾ അവരെ ഇങ്ങനെ ടെൻഷൻ എടുക്കൊന്നും ചെയ്യരുത്, നമ്മൾ സപ്പോർട്ട് കൊടുക്കുക. ഞാൻ ടെൻഷൻ ടെൻഷനോട് പിടിച്ചാൽ നിൽക്കാൻ പറ്റൂല, നമ്മൾ അവർക്ക് ഇങ്ങനെ സപ്പോർട്ട് മാത്രം, അത്രേ ഉള്ളൂ. നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, പഠിച്ചു കൊടുക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ നല്ല സപ്പോർട്ട് കാര്യങ്ങളൊക്കെ കൊടുക്കുക എല്ലാ പാരൻസിനോട് പറയാനുള്ളത്. എനിവേ, അപ്പോൾ താങ്ക് യു. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ തോന്നുന്നു. താങ്ക് യു.